ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഓൺ അംബ്രല്ല മോറൽസ് എന്ന് പറഞ്ഞ ഒരു പാഠത്തെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ കുട മാറിയിട്ട് അല്ലെങ്കിൽ ചെരുപ്പ് മാറിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ് എഴുത്തുകാരൻ നോക്കിക്കാണുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അംബ്രല്ല മോറൽസ്, കുടയെക്കുറിച്ചുള്ള ധാർമ്മികതയാണ് കഥയല്ല. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എന്ന രൂപത്തിൽ എഴുതിയതാണ്. ലോസിങ് തിങ്സ് ഇൻ ലൈഫ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുക എന്ന് സ്വാഭാവികമാണ്. വി ലോസ് സെവറൽ തിങ്സ് ഇൻ ലൈഫ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ബട്ട് ഫോർ ഗാർഡിനാർ, എഴുത്തുകാരനാണ് ഗാർഡിനാർ ഈ ദ ലോസിങ് ഓഫ് ഹിസ് അംബ്രല്ല പ്രൊവൈഡ്സ് ഹിം വിത്ത് ആംബിൾ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഫോർ കമൻഡിങ് ഓൺ ഹ്യൂമൻ മോറൽസ്. മനുഷ്യരുടെ ധാർമ്മികതയെക്കുറിച്ച് അദ്ദേഹത്തിന് കുട നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ചിന്തകളാണ് ഇതിൽ പറയുന്നത്. നോക്കാം. എ ഷാർപ്പ് ഷവർ കെയിം ഓൺ ആസ് ഐ വാക്ക്ഡ് അലോങ് ദ സ്ട്രാൻഡ് ബട്ട് ഐ ഡിഡ് നോട്ട് പുട്ട് അപ്പ് മൈ അംബ്രല്ല. ഞാനിങ്ങനെ കുടയുമായിട്ട് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു തെരുവാണ്, അതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നല്ല മഴ പെയ്തു. ബട്ട് ഐ ഡിഡ് നോട്ട് പുട്ട് അപ്പ് മൈ അംബ്രല്ല. പക്ഷേ ഞാൻ എൻ്റെ കുട തുറന്നില്ല. ദ ട്രൂത്ത് ഈസ് ഐ കുഡ് നോട്ട് പുട്ട് അപ്പ് മൈ അംബ്രല്ല. തുറക്കാതിരിക്കാൻ കാരണം മറ്റൊന്നുമില്ല, എനിക്ക് തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദ ഫ്രെയിം വുഡ് നോട്ട് വർക്ക് ഫോർ വൺ തിങ്. ഒന്നാമത്തെ കാര്യം, അത് അതിൻ്റെ ഫ്രെയിമുകൾ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു ഫ്രെയിമുകളാണ്, അപ്പോൾ അതുകൊണ്ട് തുറക്കാൻ കഴിയില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഹാഡ് വർക്ക്, ഇനി അഥവാ അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഐ വുഡ് നോട്ട് ഹാവ് പുട്ട് അപ്പ് തിങ്സ് അപ്പ്. എനിക്കതങ്ങനെ നിർത്തിവെക്കാൻ സാധ്യ ആകുന്ന രീതിയിലല്ല, കുട നിവർത്താൻ പറ്റുന്ന ഒരു സാധ്യമായ അവസ്ഥയിലല്ല. ഫോർ ഐ വുഡ് നോട്ട് മോർ ബി സീൻ അണ്ടർ സച്ച് എ ട്രാവേഴ്സിറ്റി ഓഫ് എൻ അംബ്രല്ല. ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ, അത്തരത്തിലുള്ള ഒരു അംബ്രല്ല, ട്രാവേഴ്സിറ്റി ഓഫ് എൻ അംബ്രല്ല എന്നാൽ അത്ര വളരെ മോശമായ ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ, ഒരു കുടക്ക് കീഴിൽ അതെങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് തുറക്കാതിരുന്നത്. ഇറ്റ് ഈസ് ദ അംബ്രല്ല ഓഫ് സം പേഴ്സൺസ്. എന്താ കാര്യം, അത് മറ്റാരുടെ കുടയാണ്. ഹു ഐ ഹോപ്പ് വിൽ റൈഡ് ദിസ് ലൈൻസ്. ഞാൻ എഴുതുന്നത് വായിക്കാൻ സാധ്യതയുള്ള ആരുടെ ഒരു കുടയാണ് കുട. ഹി ഹാസ് ഗോട്ട് മൈ സിൽക്ക് അംബ്രല്ല. അവൻ കൊണ്ടുപോയത് എൻ്റെ നല്ല സിൽക്ക് അംബ്രല്ലയാണ്. ഐ ഹാവ് ഗോട്ട് ദ കോട്ടൺ ഓൺ. തിരിച്ചു കിട്ടിയതോ പകരം കിട്ടിയതോ ഒരു കോട്ടൺ അംബ്രല്ലയാണ്. ഹി ലെഫ്റ്റ് ഇൻ എക്സ്ചേഞ്ച്. പകരം വെച്ച് പോയത് അതാണ്. ഐ ഇമേജിൻ ഹിം ഫ്ലോട്ടിങ് അലോങ് ദ സ്റ്റാൻഡ് അണ്ടർ മൈ അംബ്രല്ല. ഞാനിപ്പോൾ അവനെ കാണുന്നുണ്ട്, എൻ്റെ കുട എടുത്തിങ്ങനെ ഉഷാറായിട്ട് നടന്നു പോകുന്ന ഒരാളെ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. ആൻഡ് ത്രോയിങ് എ സ്കോൺഫുൾ ഗ്ലാൻസ് അറ്റ് ദ ഫെലോ ഹു വാസ് ക്യാരിയിങ് ഹിസ് ഡോമിനേഷൻ ആൻഡ് ഗെറ്റിംഗ് വെറ്റ് ഇൻ ടു ദ ബാഗെയിൻ. അങ്ങനെ ഒരു സ്കോൺഫുൾ അല്ലേ, മറ്റുള്ള തുറച്ച് നോക്കി ഇങ്ങനെ വലിയ ഉഷാറായിട്ട് ഇങ്ങനെ എൻ്റെ കുടയുമായിട്ട് നടന്നു പോകുന്ന ഒരാളെ ഞാനിപ്പോൾ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. ഹി ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹു ഹാവ് വാട്ട് ഐ മേ കാൾ ആൻ അംബ്രല്ല കോൺഷ്യൻസ്. ഞാൻ അത്തരം ആളുകളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അംബ്രല്ല കോൺഷ്യസ്, അംബ്രല്ലയെക്കുറിച്ച് വലിയ ധാരണയുള്ള ആൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാനായിട്ടുള്ള ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യു നോ ദ സോർട്ട് ഓഫ് പേഴ്സൺ ഐ മീൻ. ഹി വുഡ് നെവർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ അനദർ പോക്കറ്റ്. ഞാൻ പറയാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരാളെക്കുറിച്ച്. അവരാരാണ്? അവനൊരിക്കലും തൻ്റെ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കൈയിടുന്നില്ല. ഓ ഫോർ എ ചെക്ക്, അല്ലെങ്കിൽ ഒരു വ്യാജ ഒപ്പിട്ട് ചെക്ക് മാറ്റുന്നില്ല. ഓ റോബ് എറ്റിൽ, ഒരു നയാ പൈസ പോലും മോഷ്ടിക്കുന്നില്ല. നോട്ട് ഈവൺ ഇഫ് ഹി ഹാഡ് ദ ചാൻസ്. അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യാത്ത ഒരാൾ, അതായത് മറ്റാരുടെയും മുതലെടുക്കാത്ത, അപഹരിക്കാത്ത, കവർന്നെടുക്കാത്ത ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. ബട്ട് ഹി വിൽ സ്വോപ്പ് അംബ്രല്ലാസ്. പക്ഷേ കുട എവിടെ കണ്ടാലും എന്നെ മാറ്റും. ഓ ഫൊർഗെറ്റ് ടു റിട്ടേൺ എ ബുക്ക്, അല്ലെങ്കിൽ പലപ്പോഴും കടം വാങ്ങിക്കൊണ്ടുപോയ പുസ്തകം തിരിച്ചു തരാത്ത ഒരാൾ. ഓർ ടേക്ക് എ റൈസ് ഔട്ട് ഓഫ് ദ റെയിൽവേ കമ്പനി, അല്ലെങ്കിൽ മറ്റ് ഒരു എന്താ പറയുക, ടേക്ക് എ റൈസ് ഔട്ട് ഓഫ് റെയിൽവേ കമ്പനി, മറ്റൊരു കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ടിക്കറ്റൊന്നും എടുക്കാതെ യാത്ര ചെയ്യുന്ന അങ്ങനത്തെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഇൻഫാക്ട് ഹി ഈസ് എ thoroughly honest man who allows his honesty and benefit of the doubt. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. എന്താണ് ഹിസ് ഓണസ്റ്റി, ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. മറ്റുള്ളവർക്ക് തൻ്റെ ഓണസ്റ്റിയെ സംശയിക്കാൻ ഇട കൊടുക്കാത്ത ഒരാൾ. Perhaps he takes your umbrella at random from the barber's stand. He knows he can't get a worse one than his own. പലപ്പോഴും മറ്റുള്ളവരുടെ കുട നോക്കി, റാൻഡം സെലക്ഷനാണ്, അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ റാൻഡം സെലക്ഷൻ നോക്കിയിട്ട് ഏകദേശം നോക്കി വെച്ചിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഒരാൾ, തന്നെക്കാൾ മെച്ചമുണ്ടെന്ന് തോന്നുമ്പോൾ എടുത്തു കൊണ്ടുപോകുന്ന ഒരാൾ. ഹി മേ ഗെറ്റ് എ ബെറ്റർ, ഹി ഡസ് നോട്ട് ലുക്ക് അറ്റ് ഇറ്റ് വെരി ക്ലോസ്ലി ആൻഡ് ഈസ് വെൽ ഓൺ ഹിസ് വേ. അങ്ങനെ വളരെ അതിലേക്ക് ഒരിക്കലും നോക്കാറില്ല. കുട മാറി എടുത്തു കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് നോക്കാതെ എടുത്തു കൊണ്ടുപോകുക. പിന്നെ ആരും ഇല്ലാന്ന് കാണുമ്പോൾ മാത്രമേ എന്തുള്ളൂ അതിലേക്ക് നോക്കാറുള്ളൂ. ദെൻ ഡിയർ മീ, ഐ ഹാവ് ടേക്കൺ ദ റോങ് അംബ്രല്ല, ഹി സേസ്. പിന്നെ ആരെയും കണ്ട പറയും, ഓ സോറി, ഞാൻ കുട മാറി എന്ന് പറയാറുണ്ട്. വിത്ത് ആൻ എയർ ഓഫ് സർപ്രൈസ്, ഫോർ ഹി ലൈക്സ് റിയലി ടു ഫീൽ ദാറ്റ് ഹി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇനി ആരെങ്കിലും കണ്ടെത്തി തന്നെ അവർ പറയുമ്പോൾ തെറ്റുപറ്റി, അറിയാതെ എടുത്തതാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആ വാക്കവൻ പറയുകയും ചെയ്യും. ആസ് വെൽ ഇറ്റ്സ് നോട്ട് യൂസിങ്, ഗോ ബാക്ക് നോ, ഹി ഹാഡ് ബി ഗോൺ, ഐ ഹാവ്
ലെഫ്റ്റ് ഹിം മൈൻ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ എൻ്റെ കുട എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ, അവൻ്റെ കുടപ്പം എൻ്റെ കയ്യിലായിട്ടുണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് പീപ്പിൾ ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് അവർ ഓൺ കോൺഷ്യൻസ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സാക്ഷ്യമായിട്ടൊരു ഹൈഡ് ആൻഡ് സീക്കാണ്. ഹൈഡ് ആൻഡ് സീക്ക് നമ്മൾ ഒളിച്ചുകളില്ല, അതാണ് ഹൈഡ് ആൻഡ് സീക്ക്. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് നോട്ട് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അതേഴ്സ്, വി റെഫ്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അവർ സെൽവ്സ്. നമ്മൾ മറ്റുള്ളവരെങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതല്ല മനസ്സാക്ഷി എന്നുള്ളത്. എന്താണ്, നമ്മളെങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത്. വി റെഫ്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അവർ സെൽവ്സ്. നമ്മൾ സ്വയം കണ്ടെത്തുന്നതിൽ നമ്മൾ എന്താകുന്നു, അതിനെ നിരസിക്കുന്നു എന്നുള്ള. ക്വൈറ്റ് ഇംപെക്കബിൾ പീപ്പിൾ ഹു ഓർഡിനറിലി സീം അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ് ആർ അഫ്ലിക്റ്റഡ് വിത്ത് അംബ്രല്ല മോറൽസ്. അവരെ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ധാരാളം കൊണ്ടുപോകുന്ന നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ നമുക്കങ്ങനെ കരുതിക്കുട്ടി കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്ന ആളൊന്നും ആവില്ല അവർ, പക്ഷേ അവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ വെൽ നോൺ പ്രീച്ചർ വാസ് ഫൗണ്ട് ഡെഡ് ഇൻ ഫസ്റ്റ് ക്ലാസ് റെയിൽവേ കാരേജ് വിത്ത് എ തേർഡ് ക്ലാസ് ടിക്കറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ആരെക്കുറിച്ചാണ്? പ്രീച്ചർ, പ്രബോധകനാണ്, മതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, എങ്ങനെ ധാർമ്മികപരമായിട്ട് ജീവിക്കണം എന്നൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പക്ഷേ അയാളെ മരിച്ചു കിടക്കുന്നത് കണ്ടെവിടെയാണ്? ഒരു ഫസ്റ്റ് ക്ലാസ് റെയിൽവേ കാരേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം മരിച്ചു കിടന്നത്. മരിച്ചു കിടക്കുമ്പോൾ അയാൾ പോക്കറ്റ് നോക്കുമ്പോഴാണ് കണ്ടത് എന്താണ്? ഹി ഹാസ് എ തേർഡ് ക്ലാസ് ടിക്കറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഏതായിരുന്നു? തേർഡ് ക്ലാസ് ടിക്കറ്റ്. കണ്ടോ നിങ്ങൾ? അപ്പോൾ തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്ത്, പക്ഷേ അയാളുടെ ജോലി എന്തായിരുന്നു? ആളുകളെ ബോധവാന്മാരൊക്കെ, ആളുകളെ ധാർമ്മികത പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ കണ്ടെത്തിയ കഥ ഞാൻ ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയാം, തമാശ രൂപത്തിൽ പറയണം. ആൻഡ് ആസ് ഫോർ ബുക്സ് ഹു ഹാസ് എനി മൊറൽസ് ഫർദർ ദാറ്റ് കൺസേൺഡ്, I remember some years ago the library of a famous divine literary critic who had died being sold. അപ്പോൾ ബുക്കിനെ സംബന്ധിച്ചോ അതും അങ്ങനെ തന്നെയാണ് അല്ലേ. ഹോസ് മൈ മോറൽസ് വേർ ദേ ആർ കൺസേൺഡ്. ഹോസ് ഇനി ആർക്കാണ് അവരെ സംബന്ധിച്ചോളം ഒരു ധാർമ്മികമായിട്ട് പിന്നെ ചിന്തിക്കാൻ കഴിയുക? സം ഇയേഴ്സ് അഗോ, കുറച്ച് കാലം മുമ്പ് ലൈബ്രറി ഓഫ് എ ഫേമസ് ഡിവൈൻ, ഒരാളുടെ ലൈബ്രറിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ലിറ്റററി ക്രിറ്റിക് ഹു ഹാഡ് ഡയഡ് ബീങ് സോൾഡ്, എല്ലാം വിറ്റിട്ടാണ് അദ്ദേഹം മരിച്ചിട്ട്, ബീങ് സോൾഡ് അല്ലേ, വിൽക്കപ്പെട്ടതായി മരിച്ച് കാണപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത് പുസ്തകം വെച്ചുകൊണ്ടുള്ള കാര്യമെല്ലാം തോന്നിയോണ്ട് വിറ്റതായിരിക്കാം. ഇറ്റ് വാസ് എ സ്പ്ലെൻഡഡ് ലൈബ്രറി ഓഫ് റയർ ബുക്സ്, വളരെയധികം അപൂർവമായ പുസ്തകങ്ങളെ കൊണ്ട് നിറഞ്ഞ ലൈബ്രറി ആയിരുന്നു. ചീഫ്ലി കൺസേൺഡ് വിത്ത് 17th century റൈറ്റേഴ്സ്, മുഖ്യമായും 17ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരുടെ കൃതികളായിരുന്നു അതിലുണ്ടായിരുന്നത്. എബൌട്ട് ഹോം ഹി വാസ് ഡിസ്റ്റിങ്ഷ്ഡ് ഓതോറിറ്റി, അയാൾക്ക് അതിനെക്കുറിച്ച് വളരെ ഓതോറിറ്റേറ്റീവ്, ആധികാരികമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളായിരുന്നു. മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ബുക്സ് ഹാഡ് ദ മേക്സ് ഓഫ് ലൈബ്രറീസ് ഓൾ ഓവർ ദ കൺട്രി. ഹി ഹാഡ് ബോറോഡ് ദം ആൻഡ് നെവർ ഫൗണ്ട് എ കൺവീനിയൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് റിട്ടേണിങ് ദം. ഇയാൾ ഈ പുസ്തകത്തെക്കുറിച്ച് എങ്ങനെ പറയുന്നത്? ഇയാൾ ശേഖരിച്ചു വെച്ചോ എന്നല്ലത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി വാങ്ങി തിരിച്ചു കൊടുക്കാത്ത പുസ്തകങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ദേ ക്ലങ് ടു ഹിം ലൈക്ക് പ്രസിഡൻസ് ടു ലോ, ദേ ക്ലങ് ടു ഹിം ലൈക്ക് പ്രസിഡൻസ് ടു ലോ, നിയമപരമായിട്ട് അവകാശികൾ എന്ന രൂപത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാത്ത പുസ്തകങ്ങൾ. Yet he was a holy man and preached admirable sermons, as I can bear witness. And if you press me on the point, I shall have to owe that it is hard to part with a book you have come to love. അദ്ദേഹം പക്ഷേ ഇങ്ങനെയൊക്കെ പ്രബോധനം നടത്തിയ ആൾ തന്നെയായിരുന്നു, പക്ഷേ പുസ്തകം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. I shall have to own that it is hard to part with a book you have come to love. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം മറ്റുള്ളവർ കൊണ്ടുവരി തിരിച്ചു തരാതിരിക്കുക എന്നുള്ള കാര്യം. Indeed, the only sound the rule about book is that adopted by the man who was asked by a friend to lend him a certain volume. Indeed, തീർച്ചയായിട്ടും the only sound rule about books is that, ബുക്കിനെ കുറിച്ചുള്ള ഒരേ ഒരു നിയമം എന്താണ്? that adopted by the man who was asked by a friend to lend him a certain volume. I am sorry, he said, but I can't. Haven't you got it? എന്താണ് സംഭവം? ഇൻഡീഡ് വാക്കിനകത്തുനിന്ന് ഇൻഡീഡ് തീർച്ചയായിട്ടും ദ ഓൺലി സൗണ്ട് റൂൾ എബൌട്ട് ബുക്സ്, ബുക്കിനെ കുറിച്ച് നല്ലൊരു നിയമം എന്നുള്ളത് എന്താണ്? ഈസ് ദാറ്റ് അഡോപ്റ്റഡ് ബൈ ദ മാൻ, ഇത് എടുത്തുകൊണ്ടുപോയ ആൾ അല്ലെങ്കിൽ അത് സ്വീകരിച്ചു വെച്ച ആൾ, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, വാസ് ആസ്ക്ഡ് അയാളോട് ചോദിക്കുകയാണെങ്കിൽ, ബൈ എ ഫ്രണ്ട് സുഹൃത്ത്, ടു ലെൻ ഹിം എ സർട്ടൻ വോളിയം, ഏതെങ്കിലും പുസ്തകം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഐ ആം സോറി ഹി സെഡ് ബട്ട് ഐ കാൺട്ട്. ഹാവൻറ്റ് യു ഗോട്ട് ഇറ്റ്? ഹാവൻറ്റ് യു ഗോട്ട് ഇറ്റ്? ഐ asked the other. Yes, I have got it, he said, but I make a rule never to lend books. You see, nobody ever returns them. എന്താണ് പുസ്തകം സോറി തരാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലേ. പിന്നെ കിട്ടുമോ, കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എന്താണ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ എന്നാലും പുസ്തകം കൊടുക്കുക എന്നുള്ളത്
ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. യു സി നോബഡി എവർ റിട്ടേൺസ് ദം. എന്താ കാര്യം വേറൊന്നുമല്ല, കൊണ്ടുപോയ പുസ്തകം ആരും തിരിച്ചു തരാറില്ല. ഐ നോ ഇറ്റ് ഈസ് സോ ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. എൻ്റെ സ്വന്തം അനുഭവമാണ്. ഹിയർ കം വിത്ത് മീ ആൻഡ് ഹീ ലെഡ് ദ വേ ടു ഹിസ് ലൈബ്രറി. അവൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. ദർ സെറ്റ് ഹി 4000 വോളിയൂംസ്. 4000 പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. എവരി വൺ ഓഫ് ദം ബൊറോഡ്. പക്ഷെ അതൊക്കെ എന്താണ്, വാങ്ങിക്കൊണ്ടെന്നാണ്. നോ നെവർ ലെൻ ബുക്സ്. ഒരിക്കലും കടം കൊടുക്കാത്ത പുസ്തകങ്ങൾ. യു കാൺ ട്രസ്റ്റ് യുവർ ഡിയറസ്റ്റ് ഫ്രണ്ട് ദെയർ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ അവിടെ പരിചയപ്പെടാം. ഒന്നാണ് പുസ്തകം കൊണ്ടുപോയിട്ട് കടം കടം വാങ്ങിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു കൊടുക്കാത്ത ആളുകൾ. ഇവരെക്കുറിച്ചൊക്കെയാണ് കഥാകാരൻ പറയുന്നത്, എഴുത്തുകാരൻ പറയുന്നത്. ആൻഡ് ഹാറ്റ്സ്, ദർ ആർ പീപ്പിൾ who will exchange hats. Now that is unpardonable. That goes outside that dim borderland of conscience where honesty and dishonesty dissemble. No one can put up strange hat on without being aware of the fact. ഇനി മറ്റൊരു കാര്യം തൊപ്പിയെക്കുറിച്ചാണ്. തൊപ്പി മാറാന്നുള്ള മറ്റു മാറുന്ന പോലെയല്ല, പുസ്തകം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത പോലെയല്ല, കുട മാറുന്ന പോലെയല്ല. എന്താ കാര്യം, ഓരോരുത്തർ തലക്കാൻ യോജിച്ചതാണ് ഈ തൊപ്പി എന്നുള്ളത്. മാറിപ്പോയ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നുള്ള. ഓണസ്റ്റി അല്ലേ, കോൺസെൻസ് വേർ ഓണസ്റ്റി ആൻഡ് ഡിസോണസ്റ്റി ഡിസംബിൾ. നോ വൺ കാൻ പുട്ട് അപ്പ് എ സ്ട്രെയിഞ്ച് ഹാറ്റ്. ഒരാൾക്കും തൻ്റെ തൊപ്പിയല്ലാത്ത മറ്റേ തൊപ്പി ഉപയോഗിക്കാൻ സാധ്യമല്ല, ഓൺ വിത്തൗട്ട് ബീങ് അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. യെറ്റ് ഇറ്റ് ഈസ് ഡൺ. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഐ വൺസ് ഹങ് എ സിൽക്ക് ഹാറ്റ് അപ്പ് ഇൻ ദ സ്മോക്കിംഗ് റൂം ഓഫ് ദ ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് സ്ഥലമാണ്. അവിടെ ഞാൻ ഒരിക്കലും എൻ്റെ തൊപ്പി തൂക്കിയിട്ടു, സ്മോക്കിംഗ് റൂമിൻ്റെ പുറത്താണ്. വെൻ ഐ വാണ്ടഡ് ഇറ്റ് വാസ് ഗോൺ. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ദർ വാസ് നോ സിൽക്ക് ഹാറ്റ് ലെഫ്റ്റ് ഇൻ ദറ്റ് പ്ലേസ്. ഇനി മാറിക്കൊണ്ടേതാന്ന് എന്ന് പറയാൻ പോലും സാധ്യമല്ല. കാരണം എന്താ, അതിന് പകരം വേറെ സിൽക്ക് ഹാറ്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആരോ കരുതി കൂട്ടി കൊണ്ടുപോയതാണ്. ഐ ഹാവ് നോ ഗോട്ട് ഔട്ട് ബെയർ ഹഡഡ് ത്രൂ പാലസ് യാർഡ് ആൻഡ് വിച്ച് ഹാൾ ടു ബൈ അനദർ. ഞാൻ പിന്നെ ഒന്നുമില്ലാതെ, തലയിലൊന്നുമില്ലാതെയാണ് മറ്റൊരു തൊപ്പി വാങ്ങാൻ വേണ്ടി ഈ സ്റ്റേറ്റിലേക്കൊക്കെ പോയത്. ഇതൊക്കെ സ്ഥിരം പ്ലേസ് യാർഡും വൈറ്റ് ഹാളൊക്കെ സ്റ്റേറ്റാണ്. ഐ ഹാവ് ഓഫൺ വണ്ടേഡ് ഹു വാസ് ദ ജെന്റിൽമാൻ ഹു പുട്ട് മൈ ഹാറ്റ് ആൻഡ് വൺ ക്യാരിഡ് ഹിസ് ഓൺ ഇൻ ഹിസ് ഹാൻഡ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ആരെൻ്റെ തൊപ്പി കൊണ്ടുപോയ ആളെ എവിടെയും കാണാൻ പറ്റുമെന്നുള്ളത്. അതിൽ കൈ പിടിച്ചിട്ടോ തല്ല് വെച്ച് നടക്കുന്നത് കാണാൻ പറ്റുമെന്നുള്ളത്. വാസ് ഹി എ ടോറി, വാസ് ഹി എ റാഡിക്കൽ, ഐ കാൻ ഹാവ് ബീൻ എ ലേബർ മാൻ. ഇത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഫോർ നോ ലേബർ മാൻ കുഡ് പുട്ട് എ സിൽക്ക് ഹാറ്റ് ഇൻ എ മൊമെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഐ കാൺട്ട് ഹാവ് ബീൻ എ ലേബർ. എനിക്കൊരിക്കലും ലേബർ ആകാൻ കഴിയില്ല, ലേബർ പാർട്ടി ചെയ്യാൻ കഴിയില്ല. എന്താണ് ലേബർമാൻ ഒരിക്കലും എന്തായാലും സിൽക്ക് ഹാറ്റ് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ സിൽക്ക് ഹാറ്റ് ഓൺ ഇൻ എ മൊമെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ച് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് പോസിബിൾ ഓഫ് കോഴ്സ് ദാറ്റ് ദ ജെന്റിൽമാൻ ഹൂ ടുക്ക് മൈ സിൽക്ക് അംബ്രല്ല ഡിഡ് റിയലി മേക്ക് എ മിസ്റ്റേക്ക്. പക്ഷേ എൻ്റെ സിൽക്ക് അംബ്രല്ല കൊണ്ടുപോയത് തൊപ്പി കൊണ്ടുപോയ ആളെ പോലെ അല്ല, അയാൾ വലിയ തെറ്റി വരുത്തി. എന്താ, perhaps he knew the owner he would return it with his compliments. Perhaps he knew the owner he would return with his compliments. Things has been done. Let me give an illustration. I have myself exchanged umbrella soften. ഇനി എൻ്റെ കാര്യം തന്നെ എടുക്കാം. ചിലപ്പോൾ ഞാൻ അറിയാതെ മാറിപ്പോകുന്ന ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. മൈ മോസ്റ്റ് മെമ്മറബിൾ എക്സ്ചേഞ്ച് വാസ് അറ്റ് എ റിച്ച് മാൻസ് ഹൗസ് where I had been invited to dine with some politicians. ഏറ്റവും ഓർമ്മയിലുള്ളൊരു കാര്യം, ഒരു ധനികൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചതാണ്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച സമയത്ത് അവിടെ വെച്ചിട്ടാണ്, രാഷ്ട്രീയക്കാരനായ ആളായിരുന്നു, അവിടെ വെച്ചിട്ടാണ് എൻ്റെ എന്ന് മാറിയത്, അംബ്രല്ല മാറിയത്. ഇറ്റ് വാസ് സമ്മർ ടൈം, സമ്മർ സമയമായിരുന്നു. ആൻഡ് ദ വെദർ ബീങ് ഡ്രൈ ഐ ഹാഡ് നോട്ട് ഒക്കേഷൻ ഫോർ സം ഡേയ്സ് ആഫ്റ്റർ വേർഡ്സ് ടു ക്യാരി ആൻ അംബ്രല്ല. നല്ല ചൂടുള്ള സമയമായിരുന്നു, എന്നാൽ സമ്മറാണല്ലോ. ആൻഡ് ഐ ഹാഡ് നോട്ട് ഒക്കേഷൻഡ് ഫോർ സം ഡേയ്സ്. പലപ്പോഴും ചില ദിവസങ്ങൾ എനിക്കെന്തില്ല ഈ പിന്നെ ആൻഡ് ദ വെദർ ബീങ് ഡ്രൈ, വെദർ നല്ല ഡ്രൈ ആണ്. ഐ ഹാഡ് നോട്ട് ഒക്കേഷൻഡ് ഫോർ സം ഡേയ്സ് ആഫ്റ്റർ വേർഡ്സ് ടു ക്യാരി ആൻ അംബ്രല്ല. പലപ്പോഴും പിന്നെ അതിന് ശേഷം അംബ്രല്ല തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ, കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ ഞാനായിരുന്നു. ദെൻ വൺ ഡേ എ സെൻസേഷൻ റൈൻഡ് ഇൻ അവർ ഹൗസ് ഹോൾഡ്. ദർ ഹാഡ് ബീൻ ഡിസ്കവേർഡ് ഇൻ ദ അംബ്രല്ല സ്റ്റാൻഡ് ആൻഡ് അംബ്രല്ല വിത്ത് എ ഗോൾഡ് പാൻ ആൻഡ് എ ഗോൾഡ് ടാസൽ. പിന്നീട് ഞാൻ എന്തുണ്ട്, എൻ്റെ അംബ്രല്ലയെ കണ്ടു. എവിടെ കണ്ടത്? There had been discovered in the umbrella stand an umbrella, the gold band and gold tassel. ബാൻഡും ടാസലൊക്കെ വെച്ചിട്ടുള്ളൊരു അംബ്രല്ല കണ്ടു. ആൻഡ് ദ നെയിം ഓഫ് സർട്ടൻ സ്റ്റേറ്റ്സ്മാൻ എൻഗ്രേവ്ഡ് അപ്പോൺ ഇറ്റ്. അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരൊക്കെ എഴുതി വെച്ചതാണ്. There had never been such a super umbrella in our house before. അത്തരമൊരു അംബ്രല്ല അതിന് മുമ്പ് കണ്ടിട്ടേനില്ല. Before its golden splendors we were at once humbled and terrified. Humbled by its magnificence, terrified by its presence. അതൊക്കെ നോക്കി എനിക്ക് വലിയ അത്ഭുതവും പിന്നെ എന്താണ് ഹംബിൾഡ് അല്ലേ, ഞാൻ വിനയാദിനായിട്ട് അതിലേക്ക് നോക്കുകയാണ്.
മാഗ്നിഫിസൻസ്. എന്താണ് ഹംബിളാകാനുള്ള കാരണം? അതിൻ്റെ ആ ഗാംഭീര്യത ആലോചിച്ചിട്ടാണ് ഞാൻ ഹംബിളായത്. ആൻഡ് ടെറിഫൈഡ്, പേടിക്കുകയും ചെയ്തു. എന്താ കാര്യം? ഹിസ് പ്രസൻസ്. കാരണം അത്ര നല്ലൊരു അംബ്രല്ലയാണ് അവിടെ കണ്ടത്. ഐ ഫെൽറ്റ് ആസ് ദോ ഐ ഹാഡ് ബീൻ കോട്ട് ഇൻ ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് ദ ബ്രിട്ടീഷ് അമ്പയർ. എൻ്റെ കാര്യം എനിക്ക് തോന്നി, ഞാൻ എടുത്തുകൊണ്ട് പോയാലെന്താ, ഒരു പക്ഷേ ഞാനൊരു മോഷണക്കാരാവും. പ്രത്യേകിച്ച് ഇവിടെയാണ് നിൽക്കുന്നത്, രാജകൊട്ടാരത്തിൽ പോലെയുള്ള സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ മോഷണത്തിൻ്റെ പിടിയിലാകുമോ എന്നുള്ള പേടിയുണ്ട്. ഐ റോട്ട് എ ഹേസ്റ്റി ലെറ്റർ ടു ദ ഓണർ. ഞാനിത് കണ്ടപ്പോൾ ഉടനെ അതിൻ്റെ ഓണർക്ക് ലെറ്റർ എഴുതി. ടോൾഡ് ഹിം ഐ ഹാഡ് മെയ്ഡ് ഹിസ് പൊളിറ്റിക്സ് ബട്ട് ഹാഡ് നവർ ഹോപ്പ് ഡേസ് ടു സ്റ്റീൽ ഹിസ് അംബ്രല്ല. അത് പറഞ്ഞു, നിങ്ങളെ രാഷ്ട്രീയമൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ അംബ്രല്ല ഞാൻ മോഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞു. ദെൻ ഹെയിൽഡ് എ ക്യാബ് ആൻഡ് ടുക്ക് ആൻ അംബ്രല്ല ആൻഡ് ദ നോട്ട് ടു ദ നിയറസ്റ്റ് ഡിസ്പാച്ച് ഓഫീസ്. എന്നിട്ട് ഞാനൊരു വണ്ടി വിളിച്ചിട്ട് ഈ കത്തോട് കൊണ്ടിടാൻ വേണ്ടി പോയി. ഹി വാസ് വെരി നൈസ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇൻ റിട്ടേണിങ് മൈ ഓൺ അംബ്രല്ല ടുക്ക് ഓൾ ദ ബ്ലെയിം ഓൺ ഹിംസെൽഫ്. എന്നിട്ട് തിരിച്ചു വന്നു, എൻ്റെ അംബ്രല്ല തിരിച്ചു വന്നു, എല്ലാം അയാളുടെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ബീറ്റ് ഒബ്സർവ്ഡ്. ഇറ്റ് വാസ് ദ നെയിം ഓൺ ദ അംബ്രല്ല ദാറ്റ് സെർവ്ഡ് സിറ്റുവേഷൻ ദ കേസ്. ദാറ്റ് ഈസ് ദ വേ ടു circumvent the man with an umbrella consents. I see him eyeing his exchange with a secret joy. Then he observes the name and address and his solemn conviction that he is an honest man does the rest. അപ്പോൾ ഇതിലും അഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റിയത് അല്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ അയാളുടെ മുഖത്തൊരു ചെറിയ സന്തോഷത്തിൻ്റെ പുഞ്ചിരി കണ്ടുവന്ന്. പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല, അയാൾ കൽപ്പിച്ചുകൊണ്ട് കരുതിക്കൂട്ട് കൊണ്ടായിരുന്നു പറയാൻ കഴിയില്ല. എന്തായാലും ഇയാൾ തിരിച്ചു വന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണണം. ആഫ്റ്റർ മൈ എക്സ്പീരിയൻസ് ടുഡേ ഐ തിങ്ക് ഐ വിൽ എൻഗ്രേവ് മൈ നെയിം ഓൺ മൈ അംബ്രല്ല. പിന്നെ എനിക്ക് തോന്നി ഇനി എല്ലാ ദിവസവും ഈ കുടയുടെ മുകളിൽ എന്താണ് പേര് എഴുതാൻ നല്ലതെന്ന് തോന്നി. ബട്ട് നോട്ട് ഓൺ ദ ബാഗി തിങ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. ഐ ഡി നോട്ട് കെയർ ഹു റിലീവ്സ് മീ ഓഫ് ദാറ്റ്. ഇറ്റ് ഈസ് എനിബഡീസ് ഫോർ ദാറ്റ് എ ക്വസ്റ്റൻ. ഞാൻ ചെയ്ത പോലെ ഒരു പക്ഷേ എല്ലാവരും ചെയ്യാൻ സാധ്യതയില്ല. പേര് കണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും കൊണ്ടുവരാൻ സാധ്യതയില്ലെന്ന് ആര് കാണാണ്, ഇയാൾ കാണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുടയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആകാംക്ഷകൾ. അദ്ദേഹം അത് പങ്കുവെച്ചതാണ്. ഒരു നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളിലും എന്തില്ല, ആത്മാർത്ഥത ഇല്ല എന്ന് കാണിക്കാൻ കൂടി എഴുതിയ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാം.